ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ BHIC 101 നിങ്ങളുടെ യൂണിറ്റ് 10 ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇഗ്നോയിലെ കുട്ടികളെല്ലാം പെട്ടെന്ന് നിങ്ങളുടെ ബുക്കും പേനയും ടെക്സ്റ്റ് ബുക്കും എല്ലാം എടുത്ത് റെഡി ആയിരുന്നോ? നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. പതിവ് പോലെ നമ്മുടെ ക്ലാസ്സിൽ ഒരു 9 ചാപ്റ്ററോളം നമ്മൾ കഴിഞ്ഞ ആ ഒരു ഷെഡ്യൂളിൽ തീർത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേദിക് ലിറ്ററേച്ചറും അതുപോലെ അവരുടെ ഓക്യുപ്പേഷനും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ നമ്മൾ നോക്കിയല്ലേ. അപ്പൊ ഇത്തവണ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് യൂണിറ്റ് 10 ആണ്. ചാപ്റ്ററിന്റെ പേര് എമർജൻസ് ഓഫ് അയൺ. അയൺ എന്ന് പറയുമ്പോൾ എന്താണ് അയൺ? അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ് അല്ലെ. ഇരുമ്പ് കണ്ടുപിടിച്ചതോടുകൂടി എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ പീരീഡിൽ അവർക്കുണ്ടായത് എന്നാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പതിവ് പോലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. 5 ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യനിൽ എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു പാഠത്തിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മടിയൊന്നും വിചാരിക്കണ്ട, ക്ലാസ്സിലോട്ട് പെട്ടെന്ന് തന്നെ പ്രസന്റ് ആയിക്കോ. നമുക്ക് ക്ലാസ്സിലോട്ട് നോക്കാം. ഫസ്റ്റത്തത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഗാലിത്തിക്സ്. മെഗാലിത്ത് എന്ന് പറയുന്നത് എന്താണ്? മെഗാലിത്തിക് എന്ന് പറയുമ്പോൾ മഹാശില എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. മെഗാലിത്തിക് മോണുമെന്റ്സ്, അതുപോലെ തന്നെ മഹാശില സ്മാരകങ്ങൾ എന്നൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ +2 പഠിച്ച കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മുടെ ഈ ഒരു പാഠത്തിൽ അത് ഉള്ളത് കൊണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു പോകുന്നു. മെഗാലിത്തിക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ നന്നങ്ങാടി, അതുപോലെ ശവം അടക്കുന്ന രീതികള്, അതൊക്കെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അതൊരു ചെറിയൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് വാട്ട് യു മീൻ ബൈ ക്രോണോളജി. എന്താണ് ക്രോണോളജി? ക്രോണോളജി എന്ന് പറയുന്നത് എന്നാൽ എന്താണ്? ഒരു കാലഗണന ക്രമം എങ്ങനെയാണ്? മൂന്നാമത്തത് എങ്ങനെയാണ് അയൺ കൾച്ചേഴ്സിന്റെ നമ്മുടെ അയൺ കൾച്ചേഴ്സ്, ഇന്ത്യയിലെ അയൺ കൾച്ചേഴ്സ് എങ്ങനെയാണ് അത് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അയൺ ഏജ്, പലതരത്തിലുള്ള അയൺ ഏജ് പീരീഡിൽ ഉണ്ടാകുന്ന പോട്ടറി, അതായത് മൺപാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗാ വാലി അർബനൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന പോലെ ഗംഗാ വാലി, അതിന്റെ ഫീച്ചേഴ്സ്, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഗാലിത്ത്. എന്താണ് മെഗാലിത്ത്? ആദ്യം നമുക്ക് ചെറിയൊരു മെഗാലിത്തിക് എന്താണ് നമുക്ക് നോക്കാം. ലാർജ് സ്റ്റോൺസ് അല്ലെ. മെഗാന്നിന്റെ അർത്ഥം തന്നെ എന്താണ്? മെഗാ എന്ന് പറഞ്ഞാൽ ലാർജ് എന്നാണ്. ലാർജ് സ്റ്റോൺസ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? മെഗാലിത്തിക് മോണുമെന്റ്സ് അല്ലെങ്കിൽ മെഗാലിത്തിക് കൾച്ചേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ദ വേർഡ് മെഗാലിത്തിക് ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഗ്രീക്ക് ടേം മെഗാസ് ആൻഡ് ലിത്തോസ്. നമുക്ക് ഓൾറെഡി നമ്മൾ എല്ലാവർക്കും അറിയാം പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോൽ. ലിത്തിക് എന്ന് പറയുന്നത് എപ്പോഴും പഠിച്ച കാര്യമാണ്. ലിത്തിക്കിന്റെ അർത്ഥം എന്താണ്? കല്ല് അല്ലെ. അപ്പൊ മെഗാ എന്ന് പറയുമ്പോൾ എന്താണ്? മെഗാ ലാർജ്. മെഗാ എന്ന് പറയുന്നത് ലാർജ്, ലിത്തിക് എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പൊ വലിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന പീരീഡിനെയാണ് എന്ത് വിളിച്ചത്? മെഗാലിത്തിക് കൾച്ചർ എന്ന് വിളിച്ചത്. വലിയ കല്ലെന്ന് പറയുമ്പോൾ വലിയ കല്ലുകൾ അല്ലെ, വലിയ ബിഗ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചിരുന്ന പീരീഡിനെയാണ് എന്ത് വിളിച്ചത്? നമ്മുടെ മെഗാലിത്തിക് കൾച്ചർ എന്ന് വിളിച്ചത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ മെഗാലിത്തിക് എന്ന് എന്താണ്? വലിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന പീരീഡിനെയാണ് എന്ത് വിളിച്ചത്? മെഗാലിത്തിക് കൾച്ചർ എന്ന് വിളിച്ചത്. നമുക്ക് നോക്കാം. ഹിയർ ആർ സം ടൈപ്സ് ഓഫ് മെഗാലിത്തിക്. പല തരത്തിലുള്ള മെഗാലിത്തിക് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഡോൾമെൻസ്, രണ്ടാമത്തെ സിസ്റ്റ്, മൂന്നാമത്തെ മെൻഹിൽസ്, പിന്നെ ഏൺ ബെറിൽ, സാക്രോഫാഗസ്, പാസീവ് ഗ്രേവ്, വെഡ്ജ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഒരു 7 ടൈപ്സോളം എന്താണ് നമ്മുടെ ശവം അടക്കുന്ന രീതികൾ അല്ലെങ്കിൽ അക്കാലത്തോടെ മെഗാലിത്തിക് മോണുമെന്റ്സിനെ നമുക്ക് കുറിച്ച് പഠിക്കാൻ. ഫസ്റ്റ് അത് എന്താണ്? ഡോൾമെന്റ്സ്. എന്താണ് ഡോൾമെന്റ്സ്? Table like stone structure with a large capstone on top of 2 or more support stones. ഒരു ടേബിൾ പോലെ നിൽക്കുന്ന ഈ കാണുന്ന ടേബിളിൽ കണ്ടില്ലേ ഒരു 4 കാലുകളുണ്ട് അല്ലെ ഈ ടേബിളിൽ. അതുപോലെ ആ 4 കാലില് എന്ത് ചെയ്യും? മുകളിൽ ഒരു കല്ല് പോലെയാണ്. നമുക്ക് കല്ല് പോലെ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം? ഉപമിക്കാം. അപ്പൊ ഈ ഒരു പൊസിഷൻ കണ്ടോ, ഈ ഒരു കാണുന്ന ഉള്ളില് ഒരു അറയുണ്ടായിരിക്കും. ഡോൾമെൻസ് എങ്ങനെയെന്നാണ് പറയുന്നത്? ഒരു വലിയ കല്ല് പോലെ ടേബിൾ പോലെ കാണും. അടിയിൽ എന്താണ്? സ്റ്റോൺസ്. അതുപോലെ 2 or more സപ്പോർട്ട് സ്റ്റോൺസ് കാണും. 1 or 2 സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോൺസും കാണും. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒറ്റ അറയുള്ള കല്ലറകളെയാണ് എന്ത് വിളിക്കുന്നത്? ഡോൾമെൻസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ഒറ്റ അറയുള്ള കല്ലറകളെയാണ് ഡോൾമെൻസുകൾ എന്ന് വിളിക്കുന്നത്. വലിയ പരന്ന ഒരു കുടക്കല്ലിനെ 2 or അതിലധികമോ
മനസ്സിലാവുന്നുണ്ടോ? രണ്ടോ അതിലധികമോ കല്ലുകൾ എന്ത് ചെയ്യും? താങ്ങി നിർത്തുന്നുണ്ട്. അതായത് സ്ലാബ് പോലെ രണ്ട് കല്ല് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുടക്കല്ല്. ഈ രണ്ടോ മൂന്നോ അതിലധികമുള്ള കല്ലുകൾ എന്ത് ചെയ്യും? താങ്ങി നിർത്തുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് എവിടെയൊക്കെയാണ് കാണുന്നത്? ഇന്ത്യ, അയർലൻഡ്, നെതർലാൻഡ് എന്നിവിടങ്ങളിലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റില് മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തും പാലക്കാട് ആണെങ്കിൽ പെരിങ്ങോട്ട് കുറിശി എന്ന് പറയുന്ന സ്ഥലത്തും ഈ ഡോൾമെൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഒന്നുകൂടെ എന്താണ്? ടേബിൾ ലൈക്ക് സ്റ്റോൺ സ്ട്രക്ചർ വിത്ത് എ ലാർജ് കേപ്പ് സ്റ്റോൺ ഓൺ 2 or more. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒന്നോ അതിലധികമോ കല്ലുകൾ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇത് ഇങ്ങനെ നമുക്കൊന്ന് നോക്കുവാണെങ്കിൽ രണ്ട് പേന അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കല്ല്. മനസ്സിലായോ? ഇതുപോലെ രണ്ട് കാലുകൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു കല്ല് വെക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡോൾമെൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവും? ഡോൾമെൻസ് അവിടെ അതിലെന്ത് ചെയ്യുന്നുണ്ട്? വലിയ ഒരു പരന്ന ഒരു കുടക്കല്ല് വെച്ച് എന്ത് ചെയ്യും? മുകൾ ഭാഗം അവർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഡോൾമെൻസ് എന്ന് വിളിക്കുന്നത്. ഇത് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഇന്ത്യയിലുണ്ട്, അയർലൻഡിലുണ്ട്, നെതർലാൻഡിലുണ്ട്. പിന്നെ എങ്ങനെയാണ്? ഇവിടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലും പിന്നെ എന്താണ്? മറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? പെരിങ്ങോട്ട് കുറിശി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? ഡോൾമെൻസ് കാണാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് സിസ്റ്റ്. എന്താണ് സിസ്റ്റ്? സിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോൺ എൻക്ലോസ്ഡ് ബെറിഡ് അണ്ടർഗ്രൗണ്ട് മെയ്ഡ് ബൈ പ്ലേസിംഗ് 4 സ്റ്റോൺ സ്ലാബ്സ്. ശ്രദ്ധിച്ചിരിക്കുക. 4 സ്റ്റോൺ സ്ലാബ്സ് ഓൺ ടോപ്പ് ഓഫ് ഈച്ച് അതർ. സിസ്റ്റ് വെയർ യൂസ്ഡ് ടു ഹോൾഡ് ദ ബോഡീസ് ഓഫ് ദ ഡെഡ്. മരിച്ചവരുടെ മൃതദേഹം എന്ത് ചെയ്യും? സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശവപ്പെട്ടി പോലുള്ള ഒരു പെട്ടിയാണ് എന്ത് വിളിക്കുന്നത്? അതൊരു സ്ലാബ് പോലെ ഇരിക്കും. എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്ലാബ് പോലെ ഇരിക്കും. അതിനെ എവിടെ ഇറക്കി വെക്കും? ആഴത്തിൽ ഇറക്കി വെക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സിസ്റ്റ് എന്താണ്? മരിച്ചവരുടെ അല്ലെ സ്റ്റോൺ ബെറിഡ് അണ്ടർഗ്രൗണ്ട്. അണ്ടർഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഉള്ളിലോട്ട് അല്ലെ ആഴത്തിൽ എന്ത് ചെയ്യും? ഇറക്കി വെക്കും. മെയ്ഡ് ബൈ പ്ലേസിംഗ് 4 സ്റ്റോൺ സ്ലാബ് അല്ലെ 4 അല്ലെങ്കിൽ എന്താണ് 4 കാലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോൺ സ്ലാബ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടോപ്പ് ചെയ്യും. ഫസ്റ്റ് മുകളിൽ വെച്ചിട്ട് എന്ത് ഇറക്കി വെക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിസ്റ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മരിച്ചവരുടെ മൃതദേഹം എങ്ങനെയാണ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ശവപ്പെട്ടി പോലുള്ള പെട്ടിയെ എന്ത് വിളിക്കുന്നു? സിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സ്ലാബ് പോലെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ മെൻഹിർസ്. മെൻഹിർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മലയാളത്തിൽ ഇതിന് നടുക്കല്ല്, അതുപോലെ വീരക്കല്ല് എന്നൊക്കെയാണ് വിളിക്കുന്നത്. പില്ലർ ലൈക്ക് സ്റ്റോൺസ് എക്സ്ട്രാ പാർട്ട് ഓഫ് ബ്യൂറൽസ് ഓഫ് മെമ്മറൽസ്. അതായത് ആ നാട്ടിലെ ഏറ്റവും നല്ല ഒരു എന്താണ് പേരിൽ തന്നെ ഉണ്ടല്ലോ, മെൻഹിർസ് എന്ന് പറഞ്ഞാൽ വീരക്കല്ലാണ്. വീരക്കല്ലെന്ന് വിളിക്കും, അതുപോലെ നടുക്കല്ലെന്ന് വിളിക്കും, പുലച്ചിക്കല്ലെന്ന് വിളിക്കും. ഇങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്നത് മെൻഹിറാണ്. എന്തുകൊണ്ടാണ് മെൻഹിറിന് വീരക്കല്ലെന്ന് വിളിക്കുന്നത്? ഏതെങ്കിലും പ്രമുഖനായ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്മശാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിർത്തിവെക്കുന്ന കല്ലുകളെയാണ് എന്ത് വിളിക്കുന്നത്? വീരക്കല്ല് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇങ്ങനെ കുത്തനെ എന്ത് ചെയ്യും? ഒരു കല്ല് ഇങ്ങനെ നാട്ടിയിരിക്കും. ഒരു കുത്തനെ ഇങ്ങനെ ഒരു കല്ല് നാട്ടിയിരിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? വീരക്കല്ല് അല്ലെങ്കിൽ മെൻഹിർ അല്ലെങ്കിൽ പുലച്ചിക്കല്ല് എന്ന് വിളിക്കുന്നത്. കുത്തനെയുള്ള കല്ലാണ്. പ്രധാന വ്യക്തികളുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വീരന്മാർ അതുപോലെ തന്നെ ധീരന്മാർ. വീരന്മാർ എന്ന് പറയുമ്പോൾ ആരായിരിക്കാം? നല്ല പ്രമുഖരായിട്ടുള്ളവർ, അതുപോലെ എന്താണ് ധീരന്മാർ. ഇവർക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം അവർ ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്ന കല്ലിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ വീരക്കല്ല് അല്ലെങ്കിൽ പുലച്ചിക്കല്ല് അല്ലെങ്കിൽ മെൻഹിർ എന്ന് വിളിക്കുന്നത്. അപ്പൊ 3 നമ്മൾ പഠിച്ചു. ഒന്ന് ഡോൾമെൻസ് അല്ലെ. ഡോൾമെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 ലൈക്ക് സ്റ്റോൺസ് 2 or more അല്ലെ. ഒന്നോ അതിലധികമോ സ്ലാബ്സ് വെച്ചിട്ട് മുകളിൽ എന്ത് ചെയ്യും? ഒരു ചേംബർ പോലെ കാണപ്പെടുന്നതിനെയാണ് ഡോൾമെൻസ് എന്ന് വിളിക്കുന്നത്. സിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? മരിച്ചവരുടെ മൃതശരീരം സൂക്ഷിക്കുന്ന ശവപ്പെട്ടി പോലുള്ള ഒരു സ്ലാബാണ്. അത് ആഴത്തിലോട്ട് ഇറക്കി വെക്കും. ഇതെന്താണ്? സിസ്റ്റ്. മൂന്നാമത്തെ മെൻഹിർ. മെൻഹിർ എന്ന് പറയുമ്പോൾ വേറെ പേരെന്താണ്? പുലച്ചിക്കല്ല് എന്നറിയപ്പെടുന്നു, നടുക്കല്ല് എന്നറിയപ്പെടുന്നു, വീരക്കല്ല് എന്നറിയപ്പെടുന്നു. മെൻഹിറിന്റെ അർത്ഥം എന്താണ്? ഒന്നോ ഒരു വ്യക്തി മരിക്കുമ്പോൾ അവർക്ക് ആദരാഞ്ജലികൾ നേരാൻ വേണ്ടിയിട്ട് അവരുടെ മൃതശരീരത്തെ അല്ലെങ്കിൽ എന്താണ് അവരുടെ മരിച്ച ബോഡിയുടെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കല്ലിങ്ങനെ നാട്ടി വെക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വീരക്കല്ല്. ഇത് എല്ലാവർക്കും അങ്ങനെ ചെയ്യില്ല. സമൂഹത്തില് നല്ല എന്താണ് സ്ട്രഗിൾ ചെയ്ത് മരിച്ചവർ അല്ലെ, പട്ടാളക്കാർ, അതുപോലെ സൈന്യത്തിലൊക്കെ വീരമൃത്യു വരിച്ചവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വീരക്കല്ല് വെച്ച് എന്ത് ചെയ്യുന്നത്? ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. വീരന്മാർ, ധീരന്മാർ അവർക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഈ കുത്തനെയുള്ള കല്ല് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? മുകളിൽ നാട്ടിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു മിനിറ്റ്. ക്ലിയർ.
ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? അൺബുറിൽ. എന്താണ് അൺബുറിൽ എന്ന് പറയുന്നത്? അൺബുറിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ച ശേഷം അവിടെ ഭൗതിക ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? ദഹിപ്പിക്കുന്നതിനെ തുടർന്ന് ആ ചിതാഭസ്മം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മൺപാത്രത്തിലോ അതുപോലെ തന്നെ മറ്റ് അനുയോജ്യമായ പാത്രത്തിലോ ശേഖരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അൺബുറിൽ എന്നാണ്. ഇത് ശ്രദ്ധിച്ചിരിക്കുക. അൺബുറിൽ വേർ ഇസ് എ ഡെഡ് വേർ പ്ലേസ്ഡ് പോട്ടറി ജാർസ്. ഒരു ജാർസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ മരിച്ചവരുടെ എന്താണ് ചിതാഭസ്മം എങ്ങനെയാണ് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു കലശത്തിലോ ഒക്കെ എന്ത് ചെയ്യും? അത് ശേഖരിക്കും. ശേഖരിച്ചതിന് ശേഷം എന്താണ്? പാത്രത്തിലോ ശേഖരിക്കുകയും ഇത് ശവകുടീരത്തിലോ സ്മാരകത്തിലോ എന്ത് ചെയ്യും? നിക്ഷേപിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവർ മരിച്ചതിന് ശേഷം അവരുടെ ചിതാഭസ്മം എങ്ങനെയാണ് ഒരു കുടത്തിലോ ഒരു കലശത്തിലോ സ്വീകരിച്ചതിന് ശേഷം അത് അവരുടെ കുടീരത്തിലോ സ്മാരകത്തിലോ നിക്ഷേപിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അൺബുറിൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി സാക്രോഫാഗസ്. സാക്രോഫാഗസ് എന്ന് എന്താണ്? ശവപ്പെട്ടി കല്ലറ എന്നാണ് അതിന്റെ മലയാള അർത്ഥം. സാക്രോഫാഗസ് എന്ന് പറഞ്ഞാൽ എ ബ്യൂറൽ റിസെപ്റ്റർ മെയ്ഡ് ബൈ ഓഫ് ടെറാക്കോട്ട ദാറ്റ് സംടൈംസ് ഹാഡ് മൾട്ടിപ്പിൾ ലെഗ്സ്. ഓക്കെ, മനസ്സിലാവും. ശവപ്പെട്ടി കല്ലറ എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് എന്തിനാ ഉപയോഗിക്കുന്നത്? മലയാള പദം ശവപ്പെട്ടി കല്ലറ. നമ്മൾ ശവപ്പെട്ടി ഇല്ലേ, അത് തന്നെയാണ്. കല്ലറയോ പേടകമോ എന്തോ ആവാം, അതിൽ തീർത്തതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാർക്കോഫാഗസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ശവസംസ്കാരത്തിനായിട്ട് ക്രിസ്ത്യൻസ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ പെട്ടി, ആ പെട്ടിയെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? സാർക്കോഫാഗസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സാർക്കോഫാഗസ് എന്ന് എന്താണ്? ബിർലിസം മെയ്ഡ് വിത്ത് ടെറാക്കോട്ട ദാറ്റ് സംടൈംസ്. ടെറാക്കോട്ടയിൽ ഉണ്ടാക്കാം, എന്തിൽ വേണം ഉണ്ടാക്കുന്ന എന്താണ് ആ ഒരു പെട്ടിയാണ് എന്ത് വിളിക്കുന്നത്? ശവപ്പെട്ടി കല്ലറ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാർക്കോഫാഗസ് എന്ന് വിളിക്കുന്നത്. അതിപ്പം ഏത് മതത്തിലെന്നാണ്? ക്രിസ്ത്യൻ മതത്തിലൊക്കെ ഉപയോഗിക്കുന്ന പെട്ടിയാണ് എന്ത് വിളിക്കുന്നത്? സാർക്കോഫാഗസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പാസേജ് ഗ്രാവ്. പാസേജ് ഗ്രാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിക്കേ. പാസേജ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് മെഗാലിത്തിക് ടോം ദാറ്റ് കൺസിസ്റ്റ് ഇൻ നാരോ പാസേജ് ലീഡിംഗ് ടു ചേംബർ. നാരോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇടുങ്ങിയ. നാരോ എന്ന് പറയുമ്പോൾ ഇടുങ്ങിയതാണ്. എ ടൈപ്പ് ഓഫ് മെഗാലിത്തിക് ടോം. ഈ ടൈപ്പ് എങ്ങനെയാ വരുന്നത്? കൺസിസ്റ്റ് ഓഫ് നാരോ പാസേജ്. നാരോ പാസേജ് എന്താണ്? ഇടുങ്ങിയ പാസേജ്, ഇടുങ്ങിയ വഴിയുള്ള, അല്ലെ? മണ്ണിലോ കല്ലിലോ പൊതിഞ്ഞ എന്താണ് വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഇടുങ്ങിയ പ്രവേശന പാതയുള്ള ഒന്നോ അതിലധികം ശ്മശാന അറകളെയാണ് എന്ത് വിളിക്കുന്നത്? പാസേജ് ഗ്രാവ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. മണ്ണിലോ കല്ലിലോ പൊതിഞ്ഞതും പൊതിഞ്ഞതുമായ എന്ന് വെച്ചാൽ മൊത്തം ഇങ്ങനെ അടുക്കി വെച്ചേക്ക് ഇതിനിടയിൽ കൂടെ എന്ത് ചെയ്യും? വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ എന്താണ് ഒരു പ്രവേശന കവാടം. ബാക്കി സൈഡ് മൊത്തം കല്ലുകൾ കൊണ്ട് ഇങ്ങനെ വെച്ചേക്ക് നടുക്കൂടെ മാത്രം ഒരു ഗുഹ പോലെ ഒരു ചെറിയ പ്രവേശന കവാടം ഉണ്ടായിരിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പാസേജ് ഗ്രാവ്. പാസേജിന്റെ അർത്ഥം എന്താണ്? ഇടുങ്ങിയ, അല്ലെ? ഈ പാസേജ് ഗ്രാവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇടുങ്ങിയ എന്താണ് സ്ഥലത്തൂടെ പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇടുങ്ങിയ സ്ഥലത്തിലൂടെ പോകുന്ന ഒരു ശ്മശാനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? പാസേജ് ഗ്രാവ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റത്തെ മെഗാലിത്തിക്കില് എങ്ങനെയൊക്കെയാണ് അന്നത്തെ മെഗാലിത്തിക്സ് വലിയ കല്ലുകൾ കൊണ്ട് അവർ നിർമ്മിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശവടക്ക രീതികളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ക്രോണോളജി? എന്താണ് ക്രോണോളജി എന്നാണ്? ക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലഗണനക്രമം. ഓരോ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോണോളജി എന്ന് വിളിക്കുന്നത്. ഓരോ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തണം. പണ്ട് നടന്നത് മൊത്തം ഡേറ്റ്സ് വെച്ചിട്ട്. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തീയതി വെച്ച് എന്ത് ചെയ്യുന്നു? എഴുതുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോണോളജി. ഓർഡർ അനുസരിച്ച് 70, 72, 70, 73, 70, 74 ഇങ്ങനെ ആ വർഷം ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോണോളജി എന്ന് വിളിക്കുന്നത്. ദ earliest dates pottery are reported from Ajatrikeda and Noah, which 11th century BC as period of PGW culture. എന്താണ് PGW കൾച്ചർ എന്ന് പറയുന്നത്? PGW കൾച്ചർ എന്ന് പറഞ്ഞാൽ പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ. പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ എന്ന് പറഞ്ഞാൽ കറുപ്പും അതുപോലെ തന്നെ എന്താണ് ചുവപ്പും മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു പീരീഡില് ചാര നിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? PGW കൾച്ചർ എന്ന് വിളിക്കുന്നത്. PGW കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ. പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? PGW കൾച്ചർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? കറുപ്പും ചുവപ്പുമുള്ള എന്താണ് ചാരനിറ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ അല്ലെങ്കിൽ എന്താണ്? PGW ഗ്രേ കൾച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ട്? PGW കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? കറുപ്പും ചുവപ്പും മൺപാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമല്ലേ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? PGW കൾച്ചർ എന്ന് വിളിക്കുന്നത്. ക്രോണോളജി ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇത് എങ്ങനെയാ? ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ കാലഗണന ക്രമത്തിൽ രേഖപ്പെടുത്തി വെക്കും. ഇറ്റ് ഇസ് ആൾസോ എ സിസ്റ്റം ദാറ്റ് ഡിറ്റർമിൻസ് ഓഫ് ടൈം അക്യുറൻസ് ഓഫ് സർട്ടൻ ഇവന്റ്സ്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടോ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തും. ഓരോ ഇവന്റ്സ് ഉൾപ്പെടെ നടന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി എന്ത് രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്ത് വിളിക്കുന്നത്? ക്രോണോളജി ഓർഡർ എന്ന് വിളിക്കുന്നത്. കൃത്യമായി രേഖപ്പെടുത്തുക. ഒന്നുപോലും എന്ത് ചെയ്യുന്നില്ല?
അവിടെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ എന്താണ് മറന്നു പോവുകയോ ഒന്നുമില്ല. കൃത്യമായ ഡേറ്റ് ചെയ്ത് എന്ത് ഇവന്റ്സിനെ ഡേറ്റ് ചെയ്യുന്നതിനാണ് ക്രോണോളജി എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ക്രോണോളജി അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ് ബേസ്ഡ് ഓൺ ദ ഡേ ഒക്കേർഡ്. അല്ലെങ്കിൽ ടൈമിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും വയ്ക്കും. ഒന്നെങ്കിൽ ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ, അല്ല എങ്കിൽ എങ്ങനെയാണ് ടൈമിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ക്രോണോളജി ഓർഡർ രേഖപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? ക്രോണോളജി എന്ന് പറയുമ്പോൾ ദ ഏർലിസ്റ്റ് ഡേറ്റ ദ പോട്ടറി ആർ റിപ്പോർട്ടഡ് ഫ്രം അജിത്രഗീസ് ആൻഡ് നോ വിച്ച് ആർ 11th century. ഇത് എവിടെ നിന്നാണ്? ഈ 11th century എന്നാണ് ഇത് കിട്ടിയത്. എന്താണ് കൾച്ചർ? PGW കൾച്ചർ. PGW കൾച്ചർ എന്ന് പറയുമ്പോൾ പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ. പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ ആണ് PGW കൾച്ചർ എന്ന് പറയുമ്പോൾ. പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ ആണ് ഇത്. കറുപ്പും ചുവപ്പും നിറത്തിലുള്ളതോ അല്ലെങ്കിൽ ചാര നിറത്തിലോ ഉള്ളതുമായ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? PGW കൾച്ചർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? PGW കൾച്ചർ എന്ന് പറയുമ്പോൾ കറുപ്പോ അല്ലെങ്കിൽ എന്താണ് ഗ്രേ നിറത്തിലുള്ള കൾച്ചർ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതിനെയാണ് PGW കൾച്ചർ എന്ന് വിളിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ഗംഗാ തടത്തിലോ അതുപോലെ തന്നെ എന്താണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൾച്ചർ നിലനിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇൻ അതർ വേർഡ്സ് ക്രോണോളജിക്ക് എങ്ങനെയാണ് ടൈമിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഡേറ്റിന്റെ അടിസ്ഥാനത്തിലോ ക്രോണോളജി രേഖപ്പെടുത്തുക. ഒന്നുമില്ല, ഒരു രാജാവ് ഭരിച്ചിരുന്നുവെങ്കിൽ ആ രാജാവിന്റെ ഭരണകാലഘട്ടത്തിൽ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് അത് കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? PGW കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് റൈറ്റ് ദ പാരഗ്രാഫ് ഓഫ് അയൺ കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ. അയൺ കൾച്ചേഴ്സ് ഏതൊക്കെയാണ് അയൺ കൾച്ചേഴ്സ്? ശ്രദ്ധിച്ചിരിക്കുക, ഒരു 3 എണ്ണം നമുക്ക് പഠിക്കണം. ചാൽക്കോലിത്തിക് കൾച്ചർ, മെഗാലിത്തിക് കൾച്ചർ, ഇൻഡസ് കൾച്ചർ. ഓക്കെ, ചാൽക്കോലിത്തിക് കൾച്ചർ, മെഗാലിത്തിക് കൾച്ചർ, ഇൻഡസ് സിവിലൈസേഷൻ. എന്താണ് ചാൽക്കോലിത്തിക് കൾച്ചർ? These cultures were non-urban and represented early farming communities. They were well connected through trade exchange. ഈ ചാൽക്കോലിത്തിക് കൾച്ചറിൽ എന്തൊക്കെയാ സംഭവിച്ചത്? നോൺ അർബൻ എന്ന് പറയുമ്പോൾ എന്താണ്? എന്താണ് നമ്മുടെ നഗരത്തിനാണ് അല്ലെ? എന്താണ് അർബനും ഉണ്ട് റൂറലും ഉണ്ട്. ഗ്രാമത്തിനല്ല. ഇവിടെ ഈ സമയത്ത് നോൺ അർബൻ ആൻഡ് റെപ്രസെന്റ് ഏർലി ഫാമിംഗ് കമ്മ്യൂണിറ്റീസ്. ഇവിടെ എന്ത് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു? നമ്മുടെ ഫാമിംഗ് കമ്മ്യൂണിറ്റി, കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടമാണ്. They will connect through trade and exchange. ഇവർക്ക് ട്രേഡും എക്സ്ചേഞ്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കണക്ഷൻ ആയിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിരുന്നു വ്യാപാരവും അതുപോലെ കൈമാറ്റ വിനിമയവും. Their pottery was well made. They grew variety of crops. അവരെന്തൊക്കെ ചെയ്തിരുന്നു? പോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. പിന്നെ ദേ ഗ്രൂ വെറൈറ്റി ഓഫ് ക്രോപ്സ്. ധാരാളം ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ അവർ നിർമ്മിച്ചിരുന്നു. ധാരാളം ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിച്ചിരുന്നു. ധാരാളം വിത്തിനങ്ങൾ എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു. അതുപോലെ ട്രേഡ് നടത്തിയിരുന്നു. അതുപോലെ എക്സ്ചേഞ്ച് നടത്തിയിരുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദീസ് കൾച്ചേഴ്സ് വെർ നോൺ അർബൻ ആൻഡ് റെപ്രസെന്റഡ് ഏർലി ഫാമിംഗ് കമ്മ്യൂണിറ്റീസ്. ഇവർ എങ്ങനെയായിരുന്നു? ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യുന്നവരായിരുന്നു. ദേ വേർ വെൽ കണക്റ്റഡ് ത്രൂ. ഇവർ എന്തിനൊക്കെ കണക്ട് ചെയ്തിരുന്നു? ട്രേഡിനും പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനും. ട്രേഡും എക്സ്ചേഞ്ചും. ദെയർ പോട്ടറി, അവര് പോട്ടറി ചെയ്തിരുന്നു. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ആസ് വെൽ മെയ്ഡ് ആൻഡ് ദേ ഗ്രൂ വെറൈറ്റി ഓഫ് ക്രോപ്സ്. ധാരാളം ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ധാരാളം ക്രോപ്സ് എന്ത് ചെയ്തിരുന്നു? കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇതാണ് ചാൽക്കോലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി മെഗാലിത്തിക് കൾച്ചർ എങ്ങനെയാണ്? മെഗാലിത്തിക് കൾച്ചർ നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, ലാർജ് സ്റ്റോൺസ് ഉപയോഗിച്ചിരുന്ന പീരീഡ് ആണ്. ആര് ചോദിച്ചാലും പറയുക, ലാർജ് സ്റ്റോൺസ് ഉപയോഗിച്ചിരുന്ന പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? മെഗാലിത്തിക് കൾച്ചർ എന്ന് വിളിക്കുന്നത്. മെഗാസ് എന്ന് പറയുമ്പോൾ, ലാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാർജ്. മെഗാ എന്ന് പറയുമ്പോൾ ലാർജ് അല്ലെ? മെഗാ എന്ന് പറഞ്ഞാൽ ലാർജ്, ലിത്തിക് എന്ന് പറയുമ്പോൾ കല്ല് അല്ലെ? ദ കൾച്ചേഴ്സ് ബിൽഡ് ലാർജ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ്, സ്റ്റോൺ സർക്കിൾസ് ആൻഡ് സ്റ്റോൺ സിസ്റ്റുകളും അതുപോലെ സ്ട്രക്ചേഴ്സും ആയിട്ടുള്ള കാര്യങ്ങൾ, സർക്കിൾസും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ദേ ലിവ്ഡ് ഇൻ സ്മാൾ കമ്മ്യൂണിറ്റീസ്. അവരെങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? സ്മാൾ കമ്മ്യൂണിറ്റീസ് ആണ്. സ്മാൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ചെറിയ 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 എന്താണ് കൂട്ടങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. സ്മാൾ കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ് അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോരുന്നത്. 1-2 പേർ ഒരുമിച്ച് ജീവിച്ച് ജോയിന്റ് ഫാമിലി ഒന്നും അല്ല, ന്യൂക്ലിയർ ഫാമിലി പോലെ സ്മാൾ കമ്മ്യൂണിറ്റീസ് ആയിട്ട് അവിടെ ജീവിച്ചിരുന്നു. ഏത് പീരീഡില്? മെഗാലിത്തിക് കൾച്ചേഴ്സിൽ. ചാൽക്കോലിത്തിൽ എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ്? എങ്ങനെയായിരുന്നു? കൃഷിയിലും അതുപോലെ തന്നെ ക്രോപ്പ് അധിഷ്ഠിതമായിട്ടും പിന്നെ പോട്ടറി നിർമ്മിച്ചും നോൺ അർബൻ സെറ്റിൽമെന്റും ഒക്കെ ആയിരുന്നു. പക്ഷേ മെഗാലിത്തിലോട്ട് എത്തിയപ്പോൾ എങ്ങനെയാണ്? ദീസ് കൾച്ചേഴ്സ് ബിൽറ്റ് ലാർജ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ്. വലിയ കല്ലുകൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചിരുന്നു. വലിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. സ്റ്റോൺ സർക്കിൾസ് ആൻഡ് സ്റ്റോൺസ്. ദേ ലിവ്ഡ് ഇൻ സ്മാൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിലീവ്ഡ് ഇൻ ആഫ്റ്റർ ലൈഫ്.
ഇവർ ആഫ്റ്റർ ലൈഫിൽ എന്ത് ചെയ്തിരുന്നു? പ്രാധാന്യം കൊടുത്തിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജീവിക്കും എന്നുള്ള ആഫ്റ്റർ ലൈഫിൽ വിശ്വസിച്ചിരുന്നവരാണ് ആരൊക്കെ? ഈ മെഗാലിത്തിക് കൾച്ചറിലുള്ള പീപ്പിൾസ്. ആഫ്റ്റർ ലൈഫിനെ എന്ത് ചെയ്തു? വിശ്വസിച്ചിരുന്നു. ആഫ്റ്റർ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? മരിച്ചു കഴിഞ്ഞിട്ടും ഞാൻ ഇനി എന്ത് ചെയ്യും? പുനർജീവനം അല്ലെ, പുനർജന്മം, ഇതിലൊക്കെ വിശ്വസിക്കുന്നവരായിരുന്നു മെഗാലിത്തിക് കൾച്ചേഴ്സിലെ പീപ്പിൾസ്. അപ്പൊ ഒന്നുകൂടെ, മെഗാലിത്തിക് കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ കൾച്ചേഴ്സ് ബിൽറ്റ് ലാർജ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ്. വലിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന പീരീഡിനെയാണ് മെഗാലിത്തിക് കൾച്ചർ എന്ന് വിളിക്കുന്നത്. വലിയ കല്ലുകൾ. അവരെങ്ങനെയാ ജീവിച്ചിരുന്നത്? സ്മാൾ കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ് ജീവിച്ചത്. സ്മാൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. ദ ബിലീവ്ഡ് ആഫ്റ്റർ ലൈഫ്, മരിച്ചു കഴിഞ്ഞിട്ട് ഒരു പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു മെഗാലിത്തിക് കൾച്ചറിലുള്ളവർ. ഇനി ഇൻഡസ് സിവിലൈസേഷൻ. ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ സിവിലൈസേഷൻ എക്സിസ്റ്റഡ് ഫ്രം likely earliest example of a Bronze Age and Indian culture. The Iron Age in India lasted approximately painted grey ware culture and northern black polished. ഇവിടെ ഒന്നും വേണ്ട. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എന്തൊക്കെയാ പറയുന്നത്? പോളിഷ് ചെയ്ത എന്തുപയോഗിച്ചിരുന്നു? ബ്ലാക്ക് പോളിഷ് ചെയ്ത ആയിട്ടുള്ളതും അതുപോലെയുള്ള പോട്ടറിയൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്ന പീരീഡാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ. സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം എങ്ങനെയായിരുന്നു? ധാരാളം പോളിഷ് ചെയ്തിട്ടുള്ളത് ആയിട്ടുള്ള എന്താണ്? പോട്ടറി ഉപയോഗിച്ചിരുന്നു. ആർക്കിയോളജി കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു. അയൺ വാസ് സ്ട്രോങ്ങർ ആൻഡ് മോർ ഡ്യൂറബിൾ. അയൺ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നു. അയൺ അല്ലെ, അയൺ വാസ് സ്ട്രോങ്ങർ ആൻഡ് മോർ ഡ്യൂറബിൾ. നമുക്കറിയാം ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് കാലം വരെ നിൽക്കുന്നതാണ് നമ്മുടെ അയൺ എന്ന് പറയുന്നത്. ധാരാളം നിമിഷം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ധാരാളം കാലത്തോളം എന്ത് ഇരുമ്പ് അങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്. ബ്രോൺസ് ആൻഡ് കോപ്പർ അല്ലെ, നമുക്കറിയാം അയണും അതുപോലെ തന്നെ ബ്രോൺസും കോപ്പറിനെക്കാളും അയൺ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ സമയം നിൽക്കും. ഇറ്റ് കുഡ് ബി ഷാർപ്പ് ആൻഡ് ഇൻസ്റ്റന്റ് റിഫോർഡ് ആൻഡ് ടൂൾസ്. ഇരുമ്പ് കൂടുതലായിട്ട് ഉപയോഗിച്ചു. എന്തിനൊക്കെ വേണ്ടിയിട്ട്? കൃഷി ചെയ്യാനും അതുപോലെ തന്നെ എന്താണ്? കൾട്ടിവേറ്റ് ചെയ്യാനും മറ്റു ഉപകരണങ്ങൾക്ക് ഉണ്ടാക്കാനും വേട്ടയാടാനും ഒക്കെ എന്ത് ചെയ്തു? അയൺ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. സിക്കിൾസ് ആൻഡ് സ്പിയേഴ്സ് കുഡ് ബി ഡെവലപ്ഡ് ഫോറിൻ ഹാൻഡ്സ്. ഈ അയൺ വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു? കത്തികളും അല്ലെ, ചെറിയ ചെറിയ കത്തികളും ചോപ്പിംഗ് ടൂൾസും ഒക്കെ ഉപയോഗിച്ചു. ചെറിയ ചെറിയ കത്തികളും ചോപ്പിംഗ് ടൂൾസും ഒക്കെ ഉപയോഗിച്ച പീരീഡാണ് എന്ത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനിലാണ് നമുക്കറിയാം ഹാരപ്പയെന്നും മൊഹൻജോദാരോയെന്നും കാളിബംഗാനെന്നും ചാൻഗുദാരോ, അങ്ങനെ കുറെ സൈറ്റ്സുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ഒരുപാട് സൈറ്റ്സുകളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ടൊക്കെ സാധിച്ചിട്ടുള്ള ഒരു പീരീഡാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എന്തൊക്കെയാണ്? പോളിഷ് ചെയ്ത ധാരാളം പോട്ടറികൾ ഉപയോഗിച്ചു. പോളിഷ് ചെയ്ത ധാരാളം പോട്ടറികൾ ഉപയോഗിച്ചു. സ്ട്രോങ്ങർ ആയിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിട്ട് ധാരാളം കാലം നീണ്ടു നിൽക്കുന്ന അയൺ കൊണ്ടുള്ള ധാരാളം ആയുധങ്ങൾ, ഉപകരണങ്ങൾ നിർമ്മിച്ചു. പിന്നെ എന്താണ്? അത് എന്തിനൊക്കെയാണ് ഉപയോഗിച്ചത് അവര്? അവരുടെ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ നൈഫ് ഉണ്ടാക്കാനും കത്തികൾ ഉണ്ടാക്കാനും അതുപോലെ അഗ്രികൾച്ചർ ടൂൾസ് ഉണ്ടാക്കാനും ഉപയോഗിച്ചു. ഓക്കെ, അടുത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോട്ടറി ഇൻ അയൺ ഏജ് ഇന്ത്യ. പല തരത്തിലുള്ള പോട്ടറി അല്ലെ, എങ്ങനെയൊക്കെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോട്ടറി ഇൻ അയൺ ഏജ് ഇന്ത്യ എന്തൊക്കെയാണ്? ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. ബ്ലാക്കും റെഡും കൊണ്ടുള്ള പോട്ടറി കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്ലാക്കും ഷിപ്പ്ഡ് വെയർ, ബ്ലാക്ക് മാത്രമായിട്ടുള്ളത്. പെയിന്റഡ് ഗ്രേ വെയർ, ഗ്രേ കളർ അടിച്ചിട്ടുള്ള പോട്ടറി കണ്ടെത്തിയിട്ടുണ്ട്. റെഡ് വെയർ, റെഡ് വെയർ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തിൽ. അപ്പൊ നോക്കിയേ, കറുപ്പും അതുപോലെ ചുവപ്പും നിറത്തിലുള്ള കളിമൺപാത്രങ്ങൾ, അതായത് പോട്ടറികൾ. പിന്നെ ബ്ലാക്ക് മാത്രമുള്ള, ബ്ലാക്ക് കറുത്ത നിറത്തിലുള്ള കളിമൺപാത്രങ്ങൾ. അതുപോലെ പെയിന്റഡ് ഗ്രേ കളറിലുള്ള ഇരുണ്ട ചാര നിറത്തിലുള്ള കളിമൺപാത്രങ്ങൾ, ചുവപ്പ് നിറത്തിലുള്ള കളിമൺപാത്രങ്ങൾ. ഇങ്ങനെ പല തരത്തിലുള്ള കളിമൺപാത്രങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? നമ്മുടെ അയൺ ഏജ് നമ്മുടെ മെഗാലിത്തിക്കിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മെഗാലിത്തിക് പീരീഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കാം ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, എ ടൈപ്പ് ഓഫ് പോട്ടറി യൂസ്ഡ് ബൈ ലേറ്റർ വേദിക് പീരീഡ്. ഈ ബ്ലാക്കും റെഡ് വെയറും കൂടെ ചേർന്നിട്ടുള്ള ചുവപ്പും കറുപ്പും നിറത്തിലുള്ള എന്താണ് നമ്മുടെ ഈ കളിമൺ പാത്രം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ലേറ്റർ വേദിക് പീരീഡിൽ നിന്നാണ് കണ്ടെത്തിയത്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ലേറ്റർ വേദിക് പീരീഡിലാണ് കറുപ്പും ചുവപ്പും നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ കിട്ടിയത്. അടുത്ത് എ ടൈപ്പ് ഓഫ് പോട്ടറി യൂസ്ഡ് ബൈ ലേറ്റർ വേദിക്. ഇതും അതുപോലെ തന്നെ ഏത്? ബ്ലാക്ക് മാത്രമുള്ള നമ്മുടെ കളിമൺ പാത്രം കിട്ടിയത് അല്ലെങ്കിൽ ആ പോട്ടറി കിട്ടിയത് എവിടെ നിന്നാണ്? നമ്മുടെ ലേറ്റർ വേദിക് പീരീഡിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേ കളറിലുള്ളതും അതുപോലെ റെഡിലുള്ളതുമായ പാത്രങ്ങൾ കിട്ടിയതും ലേറ്റർ വേദിക് പീരീഡിൽ. കാരണം ആ സമയത്ത് ലേറ്റർ വേദിക് പീരീഡിലുള്ള ആൾക്കാർ കൂടുതലായിട്ടും കളിമൺ പാത്രങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സിലുള്ള പോട്ടറി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ബ്ലാക്ക് സ്ലിപ്ഡ് വെയർ, അതുപോലെ തന്നെ പെയിന്റഡ് ഗ്രേ വെയർ, റെഡ് വെയർ. കറുപ്പും ചുവപ്പും കലർന്ന കളിമൺ പാത്രങ്ങൾ, കറുപ്പ് നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ, ചുവപ്പ് നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ, പിന്നെ
ചാര നിറത്തിലുള്ള കളിമൺപാത്രം. ഇതെല്ലാം ആര് ഉപയോഗിച്ചിരുന്നു? മെഗാലിത്തിക് പീപ്പിൾസ് ഉപയോഗിച്ചിരുന്നു. ലേറ്റർ വേദിക് പീരീഡിൽ നിന്നാണ് കൂടുതലായിട്ട് കണ്ടെത്തിയത്. ക്ലിയർ അല്ലേ? Pottery of these sculptures is made on fast wheel with well levigated clay. This pottery has been cold and smooth finish. It is very വെൽ ഫയർ. നമുക്കറിയാലോ പോട്ടറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കളിമൺ കുഴച്ച് അതിനെ എന്ത് ചെയ്യും? ഫയർ ചെയ്യുക. ഫയർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ചൂടെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഒരു കളിമൺ പാത്രം ആ ഒരു പാത്രമായിട്ട് ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. ദ എൻഡർ PGW, വീണ്ടും പറയുന്നുണ്ട് PGW എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഗ്രേ കളറിലുള്ള അല്ലെങ്കിൽ ഗ്രേ അതുപോലെ ചാര നിറത്തിലുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്ന പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? പെയിന്റഡ് ഗ്രേ ആയിട്ടുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? PGW കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? വെൽത്തി സെക്ഷൻ. Some large sized vessels like vases carried at hand also been found. Black shipped ware. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? കറുപ്പും ചുവപ്പും കലർന്ന കളിമൺ പാത്രങ്ങളും അതുപോലെ തന്നെ കറുപ്പ് നിറത്തിലുള്ളത് മാത്രം അതുപോലെ ചുവപ്പ് നിറത്തിലുള്ളത് മാത്രവുമായ ഒരുപാട് കളിമൺ പാത്രങ്ങൾ പല നിറങ്ങളിൽ പല ഇടങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ എന്താണ്? നല്ല പോലെ എന്താണ് ഫിനിഷിംഗ് ആയതും അതുപോലെ തന്നെ ഡ്രൈയിങ് എന്ന് എന്താണ്? ഉണങ്ങിയതുമായ കളിമൺ പാത്രങ്ങളാണ് കൂടുതലായിട്ട് അവർ എന്ത് ചെയ്തിരുന്നത്? ഉപയോഗിച്ചിരുന്നത്. നല്ല ഭംഗിക്കൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവും അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഈ ഒരു പാസേജിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ അർബനൈസേഷൻ ഓഫ് ഗംഗാ വാലി. എന്താണ് ഗംഗാ വാലിയിലെ അർബനൈസേഷൻ? എങ്ങനെയൊക്കെയാണ്? ഗംഗാ വാലി എന്ന് പറയുമ്പോൾ ഗംഗാ സമതലം. ദ അർബനൈസേഷൻ ഓഫ് ദ ഗംഗാ വാലി ഹാസ് സെവറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അവരൊരു ബിഗ് സെറ്റിൽമെന്റ് ലൈഫ് ആയിരുന്നു, ബിഗ് സെറ്റിൽമെന്റ് സൈസ് ആയിരുന്നു. അവർ വലിയ എന്താണ്? ധാരാളം ആൾക്കാർ അടങ്ങിയതായിരുന്നു ഗംഗാ വാലി എന്ന് പറയുന്നത്. മനസ്സിലായോ? ബിഗ് സെറ്റിൽമെന്റ് സൈസ്, ധാരാളം പേർ കൂട്ടമായി ജീവിച്ചു. എന്റെ ക്രാഫ്റ്റ് സ്പെഷ്യലൈസിങ്, കരകൗശല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് കഴിവുണ്ടായിരുന്നു. കൈകൾ കൊണ്ടുണ്ടാക്കുന്ന വട്ടി, കുട്ട, തുകൽ അതൊക്കെ തുകൽ നിർമ്മാണം അല്ലെ, കമ്മൽ നിർമ്മാണം, ആഭരണ നിർമ്മാണം ഇതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് കഴിവുണ്ടായിരുന്നു. സെൻട്രലൈസേഷൻ ഓഫ് സർപ്ലസ് അല്ലെ, നഗരവൽക്കരണം ഉണ്ടായിരുന്നു. മോണുമെന്റ്സ് ആൻഡ് പബ്ലിക് ആർക്കിടെക്ചർ. മോണുമെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? പലതരത്തിലുള്ള ശിലാസ്മാരകങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് കഴിയും. വാസ്തുവിദ്യ ഉണ്ടായിരുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഗംഗാ വാലിയുടെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഗംഗാ വാലിയുടെ റൂളിംഗ് ക്ലാസ് ആൻഡ് ഡെവലപ്ഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സമൂഹത്തിൽ എന്തുണ്ടായിരുന്നു? സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് സോഷ്യൽ സ്ട്രാറ്റ എന്ന് പറയുന്നത് ശ്രേണീകരണം ഉണ്ടായിരുന്നു. താഴ്ന്നവൻ, ഉയർന്നവൻ, വലിയവൻ അങ്ങനെയുള്ള ശ്രേണീകരണം അല്ലെങ്കിൽ സ്ട്രാറ്റസ് ഉണ്ടായിരുന്നു. റൈറ്റിംഗ്, അവർക്ക് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. പ്രഡിക്റ്റേറ്റ് ആൻഡ് എക്സ് ആൻഡ് സയൻസ്, അവർ ശാസ്ത്രത്തെ കുറിച്ച് എന്തെന്ന് പ്രഡിക്റ്റ് ചെയ്തു. പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയില്ലേ, ഇപ്പൊ സമയം ഏകദേശം 3:30 ആയി കാണും, അല്ലെങ്കിൽ സമയം ഏകദേശം 4:30 ആയി കാണും. നിഴലിന്റെ അടിസ്ഥാനത്തിൽ പ്രഡിക്റ്റ് ചെയ്യില്ലേ? അതുപോലെയുള്ള സയൻസിൽ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ശാസ്ത്രത്തിൽ കുറെ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, മഴ ഇപ്പോൾ പെയ്യും, ഇങ്ങനെയുള്ള പ്രഡിക്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആർക്കറിയായിരുന്നു? നമ്മുടെ ഗംഗാ വാലിയിലെ പീപ്പിൾസിന് അറിയായിരുന്നു. പിന്നെ അവരുടേതായ ആർട്ട് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കലാപരമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. ഇന്റർ റീജിയൻ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്, അതായത് തന്റെ നഗരത്തെ മറ്റു സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലോങ് ഡിസ്റ്റൻസിൽ ട്രേഡ് ഉണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് എന്ന് എന്താണ്? വളരെ ദൂരം മറ്റു രാജ്യങ്ങളുമായി എന്തുണ്ടായിരുന്നു അവർക്ക്? ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. സോഷ്യൽ ഓർഗനൈസേഷൻ ബിയോണ്ട് കിങ്ഷിപ്പ്, ബന്ധുത്വത്തിന് പ്രാധാന്യം കൊടുത്തു. സോഷ്യൽ ഓർഗനൈസേഷൻ ബിയോണ്ട് ദ കിങ്ഷിപ്പ്. ആരെ കുറിച്ചാണ് പറയുന്നത്? ഗംഗാ വാലിയെ കുറിച്ചാണ് പറയുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ബിഗ് സെറ്റിൽമെന്റ് സൈസ്, അവരൊരു കൂട്ടമായിട്ടാണ് ജീവിച്ചിരുന്നത്. ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രാഫ്റ്റുകൾ കൊണ്ട്, കൈകൾ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അറിയായിരുന്നു. സെൻട്രലൈസേഷൻ സർപ്ലസ്, നഗരവൽക്കരണം ഉണ്ടായിരുന്നു. മോണുമെന്റ്സിൽ പബ്ലിക് ആർക്കിടെക്ചർ, പലതരത്തിലുള്ള മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. റൂളിംഗ് ക്ലാസ് ആൻഡ് ഡെവലപ്മെന്റ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സമൂഹത്തിൽ എന്തുണ്ടായിരുന്നു? സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പലതരത്തിലുള്ള ഒരു വിവേചനം ഉണ്ടായിരുന്നു. ഉയർന്നവൻ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, ഹെറിഡിറ്ററി ആയിട്ടും അല്ലെങ്കിൽ ഹയറാർക്കി ആയിട്ടും അതുപോലെ ഒക്കെ എന്തുണ്ടായിരുന്നു? സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഉയർന്നവൻ, വലിയവൻ, താഴ്ന്നവൻ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ ഒക്കെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. റൈറ്റിംഗ്, അവർക്ക് എഴുതാൻ അറിയായിരുന്നു. പ്രഡിക്റ്റീവ് ആൻഡ് എക്സ് ആൻഡ് സയൻസിനെ ശാസ്ത്രത്തെ അവർ എന്ത് ചെയ്തു? പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി പറയുക. പിന്നെ നല്ല ആർട്ടിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു. പിന്നെ ഡിസ്റ്റൻസ് ട്രേഡ്, പല രാജ്യങ്ങളും തമ്മിലുള്ള എന്തുണ്ടായിരുന്നു? ട്രേഡിങ് കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. സോഷ്യൽ ഓർഗനൈസേഷൻ ബിയോണ്ട് കിങ്ഷിപ്പ് അല്ലെങ്കിൽ ബന്ധുത്വത്തിന് പ്രാധാന്യം കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ നോക്കിയത് ഫസ്റ്റ് മെഗാലിത്തിക് നോക്കി അല്ലെ. എന്താണ് മെഗാലിത്തിക്കിൽ നോക്കിയത്? ഡോൾമെൻസും, സിസ്റ്റം, മെൻഹിറും, ഏൺബെറിലും, സാക്രോഫാഗസും, പാസേജ് ഗ്രാവും ഒക്കെ നോക്കി. എന്താണ് അതിലൊക്കെ പറഞ്ഞത്? ശവടക്ക് രീതികളാണ് അല്ലെ. ശവടക്ക് മെൻഹിർ എന്ന് പറയുമ്പോൾ എന്താണ്? വീരക്കല്ല്, അതുപോലെ തന്നെ പുലച്ചിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മെൻഹിർ എന്ന് പറയുന്നത്.
പിന്നെ സാക്രോഫാഗ്സ് നോക്കി. സാക്രോഫാഗ്സ് എന്താണ്? ഒരു ബ്യൂറിൽ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ എക്സിൽ അല്ലെ, ശവം അടക്കി ശവപ്പെട്ടി കല്ലറാന്ന് തന്നെ പറയുന്നതാണ് സാക്രോഫാഗ്സ്. പിന്നെ ക്രോണോളജി. എന്താണ് ക്രോണോളജി? ഒരു നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഡേ ടു ഡേയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഡേറ്റിന്റെയോ അതുപോലെ തന്നെ എന്താണ് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്, അതിനെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഡറിൽ വയ്ക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ ക്രോണോളജി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വാട്ട് ഡു യു മീൻ ബൈ ക്രോണോളജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ കൃത്യമായി വയ്ക്കുന്ന ആ ഒരു കാര്യത്തെയാണ് എന്ത് വിളിക്കുക. ആ സമയത്താണ് PGW കൾച്ചർ നമ്മൾ പറഞ്ഞു. PGW കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ. പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ. ഓക്കെ, അവിടെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചാൽക്കോലിത്തിക് കൾച്ചർ നോക്കി. ചാൽക്കോലിത്തിക് കൾച്ചറിലാണ് ട്രേഡും എക്സ്ചേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. മെഗാലിത്തിക് കൾച്ചർ നോക്കി. മെഗാലിത്തിക് കൾച്ചർ വലിയ സ്റ്റോൺസ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് മെഗാലിത്തിക് കൾച്ചർ. ഇൻഡസ് നമ്മൾ നോക്കി. ഇൻഡസിലാണ് അവർ ഇരുമ്പിന്റെ കണ്ടുപിടുത്തമൊക്കെ പറഞ്ഞു. പിന്നെ കറുപ്പും ചുവപ്പും നിറത്തിലുള്ള എന്താണ് പോട്ടറി, അതുപോലെ കറുപ്പ് നിറത്തിലുള്ള പോട്ടറി, അതുപോലെ ഗ്രേ കളറിലുള്ള റെഡ് ചുവപ്പ് നിറത്തിലുള്ള മാത്രമായിട്ടുള്ള കളിമൺ പാത്രം, ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അർബനൈസേഷൻ, ഗംഗാ വാലിയുടെ അർബനൈസേഷൻ നമ്മൾ നോക്കി. എന്താണ് ഗംഗാ വാലിയുടെ അർബനൈസേഷൻ? ബിഗ് സെറ്റിൽമെന്റ് ഒരുപാട് കൂട്ടമായിട്ട് ജീവിച്ചു. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ അറിയായിരുന്നു, ആർട്ട് ചെയ്യാൻ അറിയായിരുന്നു, പിന്നെ നമ്മൾ നല്ല ആർക്കിടെക്ചർ ആയിരുന്നു. പിന്നെ റൂളിംഗ് ക്ലാസ് ഡെവലപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു, എഴുതാൻ അറിയായിരുന്നു, സയൻസിനെ പ്രെഡിക്റ്റ് ചെയ്തു, പിന്നെ ആർട്ട് കാര്യങ്ങൾ അറിയാം, പിന്നെ ഡിസ്റ്റൻസ് ട്രേഡ്, പല സ്ഥലങ്ങളിലോട്ട് എന്ത് ചെയ്തു, ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോയി. സോഷ്യൽ ഓർഗനൈസേഷൻ ബിയോണ്ട് കിങ്ഷിപ്പിന് പ്രാധാന്യം കൊടുത്തു. ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ള. ഈ ഒരു സിമ്പിൾ പാഠമാണ്, ചെയ്യാനുള്ളത് ഒന്നുമല്ല. എന്നും പറയുന്നത് പോലെ തന്നെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ലെക്ചർ എഴുതി നോട്ട് എഴുതി പഠിക്കുക. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ടെക്സ്റ്റ് വായിച്ചു നോക്കി പഠിക്കുക. ഏത് വഴി നിങ്ങൾക്ക് സ്വീകരിക്കും. ചെയ്യാനുള്ളത് വേറെ ഒന്നും ചെയ്യാനില്ല, പഠിക്കുക മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് എഴുതാൻ കഴിയും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. നന്നായിട്ടൊന്ന് പഠിച്ചെഴുതി കഴിഞ്ഞാൽ നല്ല മാർക്കോടെ പാസ്സാകാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാ ക്ലാസ്സും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡയറക്റ്റായിട്ട് അറിയിക്കുക. അതുപോലെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പരിചയപ്പെടുത്തി കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.